അടുത്തത് നമ്മൾ സർവീസസ് ആണ് ചൂസ് ചെയ്യുന്ന ഐക്കൺ. ദെൻ സർവീസസ് ചൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് എല്ലാ സർവീസ് ഐറ്റംസും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവിടുന്ന് നമുക്ക് കാറ്റഗറി ചൂസ് ചെയ്യുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള സർവീസ് ഐറ്റംസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ യൂണിവേഴ്സിറ്റി ഓപ്പൺ ചെയ്തപ്പോൾ യൂണിവേഴ്സിറ്റി ഓപ്പണിൻ്റെ സർവീസ് ഐറ്റംസ് ലിസ്റ്റ് ചെയ്തു. ദെൻ വില്ലേജ് യൂസ് ചെയ്തപ്പോൾ വില്ലേജിലെ സർവീസ് ഐറ്റംസ് ഫുള്ള് ലിസ്റ്റ് ചെയ്തു. ദെൻ വ്യൂ സർവീസ് കാറ്റഗറി ചൂസ് ചെയ്തപ്പം എല്ലാ കാറ്റഗറീസും ലിസ്റ്റ് ചെയ്തു. അവിടുന്ന് നമുക്ക് ഓരോ കാറ്റഗറിയും നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വീണ്ടും നമ്മൾ വ്യൂ സർവീസ് ഐറ്റംസ് ചൂസ് ചെയ്ത എല്ലാ ഐറ്റംസും വന്നു. അവിടുന്ന് നമ്മൾ കാറ്റഗറി ചൂസ് ചെയ്തു. തന്നെ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എഡിറ്റ് ആക്കാൻ പറ്റും. ഓരോ സർവീസ് ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ആധാർ ബയോകോം UPD എന്നുള്ളത് നമുക്ക് എഡിറ്റ് ചെയ്ത് ഞാൻ കാണിക്കാം. ഇവിടെ നമ്മൾ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് നെയിം ചേഞ്ച് ചെയ്തു. നെയിം നമ്മൾ ക്യാപിറ്റൽ UPD എന്ന് കൊടുത്തു. ഇനി നമുക്കതിൻ്റെ ലിങ്ക് അറിയാമെങ്കിൽ നമുക്കിവിടെ ലിങ്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. റേറ്റ് മാത്രം എപ്പോഴും അഡ്മിനിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ UPD സെറ്റ് ചെയ്തു. ഇവിടെ വന്നു. ദെൻ നമ്മൾ അഗെയിൻ സ്മോൾ ലെറ്റർ പഴയ ഇതുപോലെ ആക്കി. അങ്ങനെയാണ് സർവീസസിൻ്റെ ഐക്കൺ മാനേജ് ചെയ്യുന്നത്.